ഞങ്ങൾ അന്ന് പറഞ്ഞത് എന്താണ്, പിണറായി വിജയൻജീൻ്റെ സർക്കാരിൽ ഒരു ഫയലോ ഒരു ഈച്ചയോ അനങ്ങാൻ അവിടുത്തെ ആ സർക്കാരിൻ്റെ മുകളിലിരിക്കുന്നവരുടെ അനുവാദം ഇല്ലാണ്ട് നടക്കില്ല. അത് അങ്ങനെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. നമ്മൾ അങ്ങനെ കൃത്യമായി നമുക്ക് അതിൻ്റെ ഒരു നോളജ് ഉണ്ട്. പിന്നെ ഇതൊരു വീഴ്ചയാണെന്ന് ആദ്യം പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കോറ്റിനെ അതിനെ ഇതായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നു. ഞങ്ങൾ അന്ന് പറഞ്ഞു, പിന്നെയും പറഞ്ഞു, ഇന്നും പറയുന്നു, ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ കളിക്കാരും രാഷ്ട്രീയ നേതാക്കന്മാർ സഹായിച്ചിട്ടുണ്ട് എന്ന് എല്ലാവരും ഏത് സാധാരണക്കാരോട് ചോദിച്ചാൽ ഇന്ന് അതാണ് അവർ പറയുന്നത്. ഇത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഗവൺമെൻറ്റിലിരിക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ സഹായത്തോട് മാത്രമേ ഇതെല്ലാം നടന്നിട്ടുള്ളൂ. വിശ്വാസികളുടെ എതിരെ ഈ ദ്രോഹവും ഈ 4.5 കിലോ സ്വർണ്ണക്കൊള്ളയും ഇതെല്ലാം ചെയ്തത് ഒരു പോറ്റിയൊന്നുമല്ല. ഇതിൻ്റെ പിന്നിൽ നല്ലൊരു ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അത് ചെയ്തത് ആരാണെന്ന് അന്വേഷിക്കണമെന്ന് ആദ്യം മുതൽ ഞങ്ങൾ പറഞ്ഞത് SIT മാത്രം പോരാ. SIT കേരള പോലീസല്ലേ. കേരള പോലീസ് ആരുടെ കീഴിലാണ്? മുഖ്യമന്ത്രിൻ്റെ കീഴിലല്ലേ. ഇതെല്ലാം ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിൽ കാരണം മാധ്യമ സുഹൃത്തിൻ്റെ ഒരു റിലൻറ്റ്ലെസ് കവറേജും ജനങ്ങളുടെ ഒരു ദേഷ്യവും വേദനയും അത് മനസ്സിലാക്കുന്നുണ്ട്. കോർട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കോർട്ട് തീരുമാനിച്ചു ഇത് നമ്മൾ സത്യം കണ്ടുപിടിക്കണം. SITൻ്റെ മേലെ പ്രഷർ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇന്നും പറയുന്നത്, ആദ്യം പറഞ്ഞത് ഇന്നും പറയുന്നു, ഇതൊരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം. 30 കൊല്ലത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ട് പുറത്ത് ആക്കണം. ഇവിടുത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. ഇന്ന് ഞങ്ങൾ ആദ്യ ദിവസം മുതൽ പറയുന്ന കാര്യമാണ്. ഇവരത് തള്ളി ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇനി നടക്കില്ല എന്ന് ഞങ്ങൾ അന്ന് കൃത്യമായി പറഞ്ഞു. ഇന്ന് അതാണ് എല്ലാവരും കാണുന്നത്. ശബരിമലേൻ്റെ ശബരിമലനെ സംരക്ഷിക്കാൻ ഇവർക്ക് കഴിയുന്നില്ലെങ്കിൽ, സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ, വിശ്വാസികൾ നമ്മൾ കണ്ടല്ലോ 3 ദിവസം മുമ്പേ എന്താണ് അവരുടെ സ്ഥിതി. അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞ എൻ്റെ ഒരു ഓഫർ മുഖ്യമന്ത്രി ഞങ്ങളോട് പറയാം, ഇത് ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ നരേന്ദ്രമോദിജി സർക്കാരോട് പറയാം, ആർട്ടിക്കിൾ 25 നമ്മളെ ഭരണഘടനേൻ്റെ ആർട്ടിക്കിൾ 25 റിലിജ്യനും പ്ലേസസ് ഓഫ് വർഷിപ്പ് ഒരു കൺകറൻറ്റ് സബ്ജക്റ്റാണ്. സംസ്ഥാന സർക്കാരിന് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അവർക്ക് കൊള്ള മാത്രം ചെയ്യാനാണ് ആഗ്രഹം ആണെങ്കിൽ ഞങ്ങളോട് പറയാം. ഞങ്ങൾ നരേന്ദ്രമോദിജിയോട് ഒരു അഭ്യർത്ഥന കൊടുക്കാം. സെൻട്രൽ ഗവൺമെൻറ് ശബരിമലയെ സംരക്ഷിക്കാൻ തയ്യാറാണ്, അവർ ചെയ്യട്ടെ. ഇവർക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നോക്കൂ, ഈ നാട്ടിൽ ഈ ഒരു കാര്യം എത്ര കൊല്ലമായിട്ട് നടക്കുന്ന കാര്യം, ഹിന്ദു പുണ്യസ്ഥലങ്ങൾ മാത്രം ഇങ്ങനത്തെ ഒരു ദ്രോഹവും ഇത്ര ഒരു കൊള്ളയും, അതിൻ്റെ സമയം ഇനി കഴിഞ്ഞു. കാരണം BJP NDA വിശ്വാസികളെ സംരക്ഷിക്കാനും പുണ്യസ്ഥലങ്ങളെ സംരക്ഷിക്കാനും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നടക്കില്ല. ആരെയും ഒളിപ്പിക്കാനോ ആരെയും രക്ഷിക്കാൻ പിണറായി വിജയനും CPM സർക്കാർ ശ്രമിക്കരുത്. അത് നടക്കില്ല എന്ന് ഞങ്ങൾ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, ഇതിൽ മന്ത്രിമാരുടെ പങ്കുണ്ടെന്ന് ഞാൻ ആദ്യം മുതൽ BJP NDA ആദ്യം മുതൽ പറയുന്ന കാര്യമാണ്. ആദ്യത്തെ ദിവസം എൻ്റെ പ്രസ് കോൺഫറൻസ് നോക്കൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഒരു ഗവൺമെൻറ് ഓഫീസറോ ഒരു ചെറിയൊരു ഓഫീസർ ചെയ്യുന്ന കാര്യമൊന്നുമല്ല. 4.5 കിലോ സ്വർണം, ശബരിമല ഒരു പുണ്യസ്ഥലത്ത് നിന്ന് 4.5 കിലോ സ്വർണം കൊള്ള ചെയ്യാൻ ധൈര്യം മാത്രം പോരാ, അതിനൊരു സഹായിക്കാൻ ഒരു ഇക്കോസിസ്റ്റം വേണം. അപ്പോൾ ആരാണ് സഹായിച്ചത്? ആരാണ് പ്രോത്സാഹിച്ചത്? ഇത് പത്മകുമാറാണോ, വാസുവാണോ, പോറ്റിയാണോ? അല്ല. അതിൻ്റെ പിന്നിൽ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഇതെല്ലാം നമ്മുടെ ഒരു അവകാശമല്ലേ? നമ്മൾ പുണ്യസ്ഥലത്തിന് ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ ആര് ചെയ്തു, അവരുടെ പിന്നിൽ ആരായിരുന്നു എന്ന് നമ്മൾ ചോദിക്കാൻ നമ്മളുടെ അവകാശമല്ലേ, കണ്ടുപിടിക്കാൻ നമ്മുടെ ഒരു റൈറ്റ് അല്ലേ? അപ്പോൾ ഇത് ഒരു 30 ദിവസമായിട്ട് ഇവിടെ ഒരു നാടകമായിരുന്നു. ആദ്യം പറഞ്ഞൊരു വീഴ്ച. എങ്ങനെയാണ് ഇത് വീഴ്ച? ഇത് വീഴ്ചയാണോ? അപ്പം ഞാൻ ആരെങ്കിലും വീട്ടിൽ കയറി അവരുടെ സ്വർണ്ണം എടുത്താൽ അതൊരു വീഴ്ചയാണോ, ക്രൈമാണോ?
അപ്പോൾ CPM ചെയ്യുന്ന കൊള്ളയും CPM ചെയ്യുന്ന ഉപദ്രവവും CPM ചെയ്യുന്ന ദ്രോഹവും ഒരു വീഴ്ച, മറ്റൊരു ചെയ്യുന്ന എല്ലാം ക്രൈം അല്ല. അങ്ങനെ നടക്കില്ല. ഇവിടെ എല്ലാവർക്കും ഏത് സർക്കാരിൽ ഏത് ഉദ്യോഗസ്ഥനാണോ ഏത് മന്ത്രിയാണെങ്കിൽ ലോ ഒരേ സമ്മാനം ലോ അപ്ലൈ ചെയ്യും. നമ്മുടെ മുഖ്യമന്ത്രിയാണ് 2015 പറഞ്ഞത്, സർക്കാരിൽ ഇരിക്കുമ്പോൾ ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും ഉണ്ടാവണം. അഴിമതി ചെയ്താൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. ഇതാര് പറഞ്ഞു? അന്ന് പ്രതിപക്ഷ പാർട്ടിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻജി. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി ആകുമ്പോൾ ഇതെല്ലാം മറന്നോ? ഞങ്ങളത് സമ്മതിക്കില്ല. അത് ഓർമ്മ ചെയ്യണം, ഓർമ്മിപ്പിക്കണം, രാജിവെക്കണം, വാസവൻ രാജിവെക്കണം എന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നതാണ്. ഒരു സെൻട്രൽ ഏജൻസി അന്വേഷിക്കണം. എന്നിട്ട് വിശ്വാസികളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങളോട് പറയാം. മുഖ്യമന്ത്രി എന്നെ വിളിക്കണം, എൻ്റെ ഫോൺ നമ്പറുണ്ട് അദ്ദേഹത്തിനോട്, എന്നോട് വിളിച്ച് പറഞ്ഞാൽ മതി. ഞങ്ങൾക്കിത് കഴിയുന്നില്ല. നരേന്ദ്രമോദിജി സർക്കാരിനോട് പറയൂ, വിശ്വാസികൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിശ്വാസികൾ, കേരളത്തിൽ നിന്ന് പോകുന്ന വിശ്വാസികൾ, കർണാടകയിൽ നിന്ന് വരുന്ന വിശ്വാസികൾ, ഞങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾ നരേന്ദ്രമോദിജി ഒന്നോട് പറയൂ, ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.